ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 6ാം തിരുവുത്സവ ദിനമായ ഫെബ്രുവരി 23-ന് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ കോട്ടയം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശതാലപ്പൊലി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 12 വർഷമായി നടത്തിവരുന്ന ദേശതാലപ്പൊലി സമർപ്പണം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ഭംഗിയായി നടത്താനാണ് സഭയുടെ യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ രീതിയിലും നമുക്ക് ഈ വർഷം നമുക്കറിയാം, ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രത്തിലെ ദേശതാലപ്പൊലിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. എങ്കിലും മഹാദേവൻ്റെ മുന്നിലേക്കുള്ള വഴിപാട് സമർപ്പണം അത് കുറേ വർഷങ്ങളായി നമ്മളെല്ലാവരും പല വിവിധ സമുദായ സംഘടനകൾ അത് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഒരു വഴിപാടായിട്ട് ഇത് മാറിപ്പോയി ഒരു സംവിധാനത്തിലേക്ക് ഇത് മാറിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അപ്പം അതിനെ നമ്മൾ ഓരോ വർഷവും ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റുമാനൂരിൻ്റെ ആഘോഷം അല്ലെങ്കിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും, ഒരു വഴിപാട് എണ്ണത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് താലപ്പൊലി എന്ന ആശയമായി നമ്മൾ സമുദായ സംഘടനകളൊക്കെ തന്നെ ഇന്ന് കടന്നുവരുന്നത്. സാംസ്കാരിക സമ്മേളനം, താലപ്പൊലി ഘോഷയാത്ര എന്നിവയും നടക്കും. പ്രാചീന കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകും. 23-ന് വൈകിട്ട് 4:30-ന് ഏറ്റുമാനൂർ പാല റോഡിൽ മുണ്ടമറ്റം ജംഗ്ഷനിൽ നടത്തുന്ന സാംസ്കാരിക സമ്മേളനം ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് രാജേഷ് വള്ളിക്കാട് അധ്യക്ഷനായിരിക്കും. രാഷ്ട്രീയ നേതാക്കൾ, സഭാ നേതാക്കൾ, സാംസ്കാരിക നായകർ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് മാടപ്പാട് ശ്രീ പാർവതീശ്വരൻ പതിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയ്ക്ക് മഹിളാ സമാജം സംസ്ഥാന സെക്രട്ടറി പ്രശാന്തി വിശ്വനാഥ് ഭദ്രദീപം തെളിക്കും. വിവിധ കലാരൂപങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്ര വൈകിട്ട് 7-ന് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ താലപ്പൊലി കോർഡിനേറ്റർ KC ഷാജി, യൂണിയൻ പ്രസിഡന്റ് രാജേഷ് വള്ളിക്കാട്, സെക്രട്ടറി P വിശ്വംഭരൻ, ആഘോഷ കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമണി നാരായണൻ, ജനറൽ കൺവീനർ സന്തോഷ് പുന്നത്തറ, PK ചന്ദ്രബാബു, ബിജു വാസു എന്നിവർ പങ്കെടുത്തു.